പ്രൈസ് ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ. അനുഗ്രഹീത പ്രഭാതം ദൈവം നമുക്ക് ദാനമായി തന്നല്ലോ. ഈ ഭൂവരപ്പിൽ ദൈവത്തെ സ്തുതിപ്പാൻ, നന്ദി പറയുവാൻ, ഈ പ്രഭാതത്തിൽ നമുക്ക് എഴുന്നേറ്റ് ദൈവപാദപേടെ ഇരിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. വളരെ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനങ്ങൾ. തിരുവചന ചിന്തയ്ക്കായി യെശയ്യാ പ്രവചനം അതിൻ്റെ 44 അധ്യായം അതിൻ്റെ 2 വാക്യം. നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യെശൂരിനെ നീ ഭയപ്പെടേണ്ട. നമ്മെ നിർമ്മിച്ചവനും നമ്മെ സഹായിക്കുന്നവനുമായ യഹോവയായ ദൈവം പ്രഭാതത്തിൽ നമ്മളോട് പറയുക, നീ ഭയപ്പെടേണ്ട. മോട്ടോർ കാർ ആദ്യം കണ്ടുപിടിക്കുകയും അനേക കാറുകൾ നിർമ്മിച്ചെടുക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ് ഹെൻറി ഫോർഡ് എന്ന മഹാൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം ഇങ്ങനെയാണ്. ഒരു യൗവനക്കാരൻ കാർ ഓടിച്ചുകൊണ്ട് പോയപ്പോ മാർഗമധ്യേ അത് കേടായി. കാർ നന്നാക്കാൻ അയാൾ കഴിവതും പരിശ്രമിച്ചു. അപ്പൊ ആ വഴി വൃദ്ധനായ ഒരു മനുഷ്യൻ തന്റെ കാർ ഓടിച്ചുകൊണ്ട് വരികയാണ്. വിവരം മനസ്സിലാക്കിയ വൃദ്ധൻ തന്റെ കാർ അവിടെ നിർത്തി. അതിൽ നിന്ന് ഇറങ്ങിച്ചെന്നിട്ട് യൗവനക്കാരന്റെ അടുത്തേക്ക് ചെന്ന് കാർ നന്നാക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ വൃദ്ധന്റെ സഹായം തനിക്ക് ആവശ്യമില്ല എന്നുള്ള ഭാവത്തിൽ ഈ ചെറുപ്പക്കാരൻ പിന്നെയും തന്റെ പരിശ്രമം തുടരുകയാണ്. പക്ഷെ ഈ വൃദ്ധനായ മനുഷ്യൻ പിന്നെയും സഹായിക്കാനായിട്ട് കാറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് യൗവനക്കാരന്റെ ചിന്ത തന്റെ കാർ തനിക്ക് തന്നെ നന്നാക്കാൻ കഴിയുമെന്നായിരുന്നു. ഒടുവിൽ വൃദ്ധന്റെ സഹായത്തിന് കീഴ്വഴങ്ങി. വളരെ വേഗത്തിൽ ആ വൃദ്ധൻ കാർ നന്നാക്കി കൊടുത്തു. ഇത് കണ്ട് അത്ഭുതപ്പെട്ട യൗവനക്കാരൻ സഹായിച്ച ഈ വൃദ്ധനോട് ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് വിനയത്തോട് ചോദിക്കുകയുണ്ടായി. ഫോർഡ് കാറുകൾ നിർമ്മിച്ചവനും ഫോർഡ് കമ്പനിയുടെ ഉടമയുമാണ് താനെന്ന് വൃദ്ധൻ പറഞ്ഞപ്പോൾ യൗവനക്കാരൻ വിനയത്തോടുകൂടെ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു. നമ്മുടെ ജീവിതത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കി തരുവാനാണ് ദൈവവചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. ദൈവവചനത്തിലൂടെയുള്ള അറിവ് നമുക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു തരുന്നു. ദൈവവചനത്തിന്റെ ഗ്രന്ഥകാരനായ ദൈവം നമ്മെ നിർമ്മിച്ചവനും നമ്മെ സഹായിക്കുവാൻ സദാ സന്നദ്ധനുമാണ്. എന്നാൽ കേവലം നമ്മുടെ യുക്തിയിലും ശേഷിയിലും മാത്രം ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ അറിവും മറ്റും അപര്യാപ്തമാണെന്ന് കാണുവാൻ പറ്റും. നമ്മെ നിർമ്മിച്ചവനും നമ്മെ സഹായം എത്തിക്കുവാൻ സന്നദ്ധമായ ദൈവം എപ്പോഴും നമ്മുടെ അടുത്തുണ്ട്. ദൈവത്തിന്റെ അത്ഭുതമാർന്ന ശക്തിയെക്കുറിച്ച് വേണ്ടതുപോലെ ബോധമില്ലാത്തവരുടെ സമീപയും കർത്താവ് കടന്നു എന്ന് സഹായിച്ച അനേക സാക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറമായി ഓരോ ആവശ്യങ്ങളും അറിഞ്ഞു സഹായിപ്പാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വഴികൾ ദൈവത്തെ ഭരമേൽപ്പിക്കണം. യഹോവയായ ദൈവം പറയുക, ഭയപ്പെടേണ്ട. അധികാരത്തിന്റെ ഒരു വാക്ക്. ദൈവത്തിന്റെ വാക്കുകൾ അധികാരമുള്ളതാണ്. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നതാണ്. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നതാണ്. യേശുവിന്റെ വാക്കിന്റെ അധികാരവും ശക്തിയും ശതാധിപന് നന്നായി അറിയായിരുന്നു. അവൻ പറഞ്ഞു, ഞാനും അധികാരത്തിന് കീഴിലുള്ള ഒരു മനുഷ്യനാണ്. ഒരുവനോട് വരാൻ പറഞ്ഞാൽ വരും, പോകാൻ പറഞ്ഞാൽ പോകും. ഒരുവനോട് ചെയ്യാൻ പറഞ്ഞാൽ അവൻ ചെയ്യും. തന്റെ മേൽ അധികാരമുള്ളവരുടെ വാക്ക് താനും അനുസരിക്കുന്ന ആളായിരുന്നു. യേശു ഒരു വാക്ക് പറഞ്ഞാൽ തന്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് അവൻ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞു. ഇസ്രയേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയുകയും ശതാധിപന്റെ ബാല്യക്കാരന് സൗഖ്യം കൽപ്പിച്ചു. വീട്ടിൽ ചെന്നപ്പോൾ സൗഖ്യത്തോടെ കണ്ടു. യേശുവിന്റെ വാക്കിന്റെ ശക്തി അപ്പോൾ തന്നെ വെളിപ്പെട്ടു.
യേശു കർത്താവ് പറഞ്ഞു, വിശ്വാസത്തോടെ ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ മാറിപ്പോകും. ദൈവത്തിന്റെ വാക്കിന് അത്ര വലിയ ശക്തിയാണ്. ദൈവത്തിന് എത്രയും ശക്തിയുണ്ട്, അത്രയും ശക്തി ദൈവവചനത്തിനുണ്ട്. കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് യേശു പറഞ്ഞപ്പോ അങ്ങനെ സംഭവിച്ചു. വെള്ളം ഒരു സ്ഥലത്തു കൂടച്ച ഉണങ്ങിയ നില കാണട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പം അങ്ങനെ സംഭവിച്ചു. ദൈവവാക്കിന്റെ മുമ്പിൽ ഭൂമിയിൽ വൃക്ഷങ്ങളും സസ്യങ്ങളും ഒക്കെ ഉളവായി. ഒരു ചെകിടന്റെ ചെവിയിൽ വിരലിട്ട് ഇതാ തുറന്നു വരികയെന്ന് യേശു പ്രഖ്യാപിച്ചപ്പം കാത് തുറന്നു, വ്യക്തമായി കേൾക്കുവാൻ കഴിഞ്ഞു. എന്റെ പ്രിയ സഹോദരങ്ങളെ, യഹോവയുടെ വാക്ക്, ദൈവത്തിന്റെ വാക്തത്വ വചനങ്ങൾക്കും വലിയ ശക്തിയാ. യോശുവയോട് പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരുത്. ഇസ്രായേലിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഇരിക്കും, നീ നദിയിൽ കൂടെ കടക്കുമ്പോൾ നിന്റെ മീതെ കവിയച്ചില്ല. ഈ പ്രഭാതത്തിൽ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ യഹോവയായ ദൈവം പറയാൻ, നീ ഭയപ്പെടണ്ട. ദൈവത്തിന്റെ ഓരോ വാക്കിനും വലിയ ശക്തിയാണ്. ദൈവത്തിന്റെ ഒരു വാക്കുമതി നമ്മുടെ ജീവിതം മാറ്റുവാൻ. ദൈവത്തിന്റെ ഒരു വാക്കുമതി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ. അവന്റെ ഒരു വാക്കുമതി നമ്മുടെ മുറിവ് കെട്ടാൻ. അവന്റെ ഒരു വാക്കുമതി നമ്മുടെ രോഗം മാറുവാൻ. ഈ പ്രഭാതത്തിൽ കർത്താവിനോട് പറയാൻ, കർത്താവേ ഭയപ്പെടേണ്ടെന്ന് പറയുന്ന ഒരു വാക്ക്, ആ വാക്കിന് മുമ്പിൽ ഞാൻ അങ്ങ് സമർപ്പിക്കുക. പിതാവേ, എന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തണമേ. അങ്ങയുടെ വാക്കിന് വലിയ ശക്തിയാണല്ലോ. കഷ്ടതകളും ദുരിതങ്ങളും നിറഞ്ഞ ഈ ലോകയാത്രയിൽ മടുത്തു പോകാതെ ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കണം.